മക്കളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്നും വിവിധങ്ങളായിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധങ്ങളായിരിക്കുന്ന ജില്ലകളിൽ നിന്നും ഇപ്പോൾ ഈ ശുശ്രൂഷ സംബന്ധിക്കാൻ ഒരുങ്ങി നിൽക്കുന്നവരെ ദേവസഹായം പിള്ളയുടെ കൈകളിലൂടെ നിത്യപിതാവിന് കാഴ്ചവെക്കുകയാണ്. വളരെയധികം മക്കൾ മലയാളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരോടുമായിട്ട് കർത്താവ് പറയുന്നുണ്ട്, നീ പരാജയത്തിൻ്റെ പടുകുഴിയിലാണോ? ദാരിദ്ര്യത്തിൻ്റെ വേദനയിലാണോ? കണ്ണുനീരിൻ്റെ പാതാളത്തിലാണോ? പഠനത്തിൻ്റെ പരാജയത്തിലാണോ? ബിസിനസ് മുഴുവൻ തകർന്നവനാണോ? ഇതാ പ്രവാചകൻ നമ്മോട് സംസാരിക്കുന്നു. യേശയുടെ പുസ്തകം 49 അധ്യായം 13 വാക്യം. കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ദുരിതമനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. ദൈവം ആരോടാണ് കരുണ കാണിക്കുന്നത്? ദുരിതമനുഭവിക്കുന്നവരോട്. നീ വൈകല്യങ്ങളിൽ അകപ്പെട്ടവനോ അകപ്പെട്ടവളാണോ? അവഗണനയിൽ നീ തകർന്നു പോയവനാണോ? ദുരിതങ്ങളിൽ മുങ്ങിക്കുളിച്ചവനാണോ? ഇതാ വചനം പറയുന്നു, നീ തളരരുത്. ദുരിതമനുഭവിക്കുന്നവനോട് കരുണ കാണിക്കുന്നവനാണ് നമ്മുടെ ദൈവം. കൈയില്ലാത്തവരോട്, കാലില്ലാത്തവരോട്, കാതുകളില്ലാത്തവരോട്, ദുരിതമനുഭവിക്കുന്ന എല്ലാവരോടും കരുണ കാണിക്കുന്നവനാണ് നമ്മുടെ ദൈവം. പരാജയങ്ങളിലും നഷ്ടങ്ങളിലും രോഗങ്ങളിലും മാനസിക തകർച്ചകളിലും ശാരീരിക വൈകല്യങ്ങളിലും വചനം പറയുന്നു, മോനെ, കർത്താവ് നിന്നോട് കരുണ കാണിക്കുന്നവനാണ്. നഷ്ടപ്പെട്ട ആരോഗ്യത്തെ ഓർത്ത് നീ വേദനിക്കേണ്ട. നഷ്ടപ്പെട്ട ബന്ധങ്ങളെ ഓർത്ത് നീ തളരേണ്ട. ദുരിതം അനുഭവിക്കുന്നവരോട് കരുണ കാണിക്കുന്നവനാണ് നമ്മുടെ ദൈവം. മകളെ, ഇന്നലത്തെ ദുഃഖത്തിൻ്റെ കട്ടിലിൽ ഇന്ന് നീ കിടക്കരുത്. ഇന്നലകളിലെ മനം മടിപ്പിക്കുന്ന ചിന്തകളിൽ കുടുങ്ങിപ്പോകരുത്. സ്വപ്നക്കല്ലുകൾ തകർന്നു വീഴുമ്പോൾ നിരാശപ്പെടരുത്. അലസത വിട്ട് ഉത്സാഹത്തിലേക്ക് വളരുക. പാപത്തിൽ നിന്ന് പുണ്യത്തിലേക്ക് വളർന്ന് വികസിക്കുക. നിനക്ക് ഒരു നല്ല ജീവിതം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. വചനം പഠിക്കൂ, വചനം പങ്കുവെക്കൂ. നിന്റെ കഷ്ടകാലങ്ങളിൽ വചനമാകുന്ന യേശു നിന്റെ കൂടെ വന്ന് നിൽക്കും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും ഇന്നേ ദിവസം ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്നവരും ഇത് പങ്കുവെക്കുന്നവരും വീണ്ടും അത് പങ്കുവെക്കുന്നവരും അനേകരിലേക്ക് എത്തിക്കാൻ വേണ്ടി മെനക്കെട്ടിരിക്കുന്നവരുമായ സർവ്വമക്കളെയും നമ്മുടെ യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.